ഞങ്ങളങ്ങനെ വീണ്ടും ഒരു പേര് തേടി ഇറങ്ങുവാണ്. ലെറ്റ്സ് ഗോ, പോയി നോക്കാം. വീണ്ടും ഇറങ്ങിയേക്കാണ്. ഒരു പേരും തേടി ഇറങ്ങിയേക്കാണ്. ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. സോ ഇൻഫർമേഷൻ പുറത്ത് വന്നേക്കുവാണ് നമ്മൾ. ഓരോരുത്തരുടെ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ നടക്കുക. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. നല്ല മഞ്ഞൾ ചെടിയുടെ കൃഷി കണ്ടില്ലേ? ഞങ്ങൾ ഒരു പേര് തപ്പി വന്നപ്പോൾ കണ്ടതാ. ഇതിൻ്റെ അകത്ത് നോക്കാം, ഇതിൻ്റെ അകത്ത് കണ്ടോ? എൻ്റെ അകത്തങ്ങനെ കയറും? അല്ല, കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഒരെണ്ണം പോരെ സക്സസ്ഫുള്ളി നമ്മളെത്തി ഒരെണ്ണം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാണ് ഒരു വേരിൻ്റെ ചെടി. ആണ്ട് ഈ വെള്ളപ്പൂവുള്ള വട്ടയില പോലെ ഇരിക്കുന്ന ഇല. ഇതെല്ലാം ഒരു പേരാന്ന് തോന്നുന്നു. പൂവില്ലെന്നേ ഉള്ളമ്മേ, അതല്ല. തണ്ടി ഈ ഇതാ അല്ലേ ആയിട്ട് തോന്നും. പറിക്കട്ടെ അമ്മ? അതപ്പോ പിഴുവാണ്. കാണോന്ന് പറഞ്ഞു. ആ കണ്ടോ, ഇതാണ് ഒരു വേരിൻ്റെ ചെടി. എന്തോ കാണാൻ നൈസ്. അപ്പോൾ ഇതാണ് മൈഗ്രെയിൻ ഉള്ളവർ ഇതിൻ്റെ കിളുന്ന ഇലകൾ ഇടിച്ച് തേച്ച് നീരാക്കി ഒരു 3-4 തുള്ളി നെറുകയിൽ രാവിലെ സൂര്യോദയ സമയത്തിൽ തേക്കണം. ഓൾസോ 2 തള്ളവിരലിലും തേക്കണം. 7 days കാലിൻ്റെ തള്ളവിരലിൽ. ഇതാണ് ചെയ്യേണ്ടത്. നോക്കുക. എന്നാൽ ഞാനും ട്രൈ ചെയ്യും, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ബലം അതിന്. അങ്ങനെ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി. അപ്പം ഒരെണ്ണത്തിന് മാത്രമേ പൂവുള്ളായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ സെയിം ഇല പോലെ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ഇതിൽ പൂവില്ല. പക്ഷെ ആ ഇല തന്നെ ആയിരിക്കും. ബിക്കോസ് സെയിം തന്നെയാണ് കാണാൻ, അല്ലേ അമ്മേ? പൂവില്ലെന്നേ ഉള്ളൂ. സാധാരണ കുറച്ച് പറിച്ചുകൊണ്ട് പോകണം. ബിക്കോസ് നമുക്ക് 7 ദിവസത്തേക്ക് വേണം. നല്ല കാടുള്ള സ്ഥലമാണ്. അതിന് വണ്ടി ഇടാനും കുറച്ച് സ്ഥലക്കുറവുണ്ട്. പെട്ടെന്ന് പോകണം. ഭയങ്കര കാട്, ദേവി, ഭയങ്കര ബലം. അതാ ഒരു വേര്. ഒരു വേര്, ഒരൊറ്റ വേരേ ഉള്ളൂ. അതിനാന്ന് തോന്നുന്നു ഇതിന് ഒരു വേരെന്ന് പറയുന്നത്, അല്ലേ? സോ ഇതാണ് വേര്. വേറെ ഒരെണ്ണം കൂടെ പറിക്കല്ലേ? പാമ്പോ വല്ലതും ഉണ്ടോ ദൈവമേ? നോക്ക്, ഇതാണ് ഒരു വേര്. മതിയല്ലോ? മതി. ഒരു വേരൻ. അപ്പൊ ഞങ്ങളുടെ ഒരു വേരൻ മിഷൻ അക്കംപ്ലിഷ് ആയിരിക്കുകയാണ്. ഓക്കെ.